തൃശൂർ കോർപ്പറേഷൻ മേയർക്കെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 24-നെതിരെ 25 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അവിശ്വാസം. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. അതിനു മുൻപ് മേയറുടെ പ്രതികരണം. അഴിമതി ഉണ്ടെന്ന് കണ്ടാൽ ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ ഇല്ല. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള മധ്യവർത്തികൾ സാധാരണക്കാരന്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന വിധത്തിൽ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറയുന്ന മധ്യവർത്തികളൊക്കെ ഇന്ന് പടിക്ക് പുറത്താണ്. പഴയതുപോലെ ആർക്കും ഇതിനകത്ത് കയറിക്കൊണ്ട് എന്തും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഒരു സാധാരണക്കാരനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കണ്ടാൽ അത് വെച്ചു പൊറിപ്പിക്കുകയില്ല. അതിനാണ് ഞാൻ എല്ലാ ആഴ്ചയും അദാലത്ത് തുടങ്ങിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളുമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നടപ്പാക്കാതെ വന്നാൽ നേരെ എന്റെ അടുത്ത് വരിക. ഞാൻ തന്നെ അതിനൊരു തീരുമാനമുണ്ടാക്കുന്ന പുതിയ സംവിധാനം. എനിക്കറിയാം, ഓരോ ആഴ്ചയും 20-25 പേരുടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ആയിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഇടതുപക്ഷത്തിന് ഈ പ്രവർത്തനമൊന്നും ഇന്നത്തെ UDF-ന് കണ്ട് സഹിക്കുന്നില്ല. കാരണം സത്യസന്ധമായി കാര്യങ്ങൾ നടക്കുന്നു. ഏതെങ്കിലും മധ്യവർത്തികളെ വിട്ടാൽ അത് നടപ്പിലാക്കുന്നില്ല. പല സ്ഥലങ്ങളിലും ബിൽഡിങ്ങുകളിൽ നേരിട്ട് പോയി അവരുമായി ചർച്ച ചെയ്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന രീതി ഇപ്പൊ നിർത്തിക്കളഞ്ഞിരിക്കുക. അതിലൊക്കെ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അതിന്റെ ഭാഗമായാണ് കുതിരക്കച്ചവടം നടത്താൻ അവർ തീരുമാനിച്ചു. ആരെയെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഭരണത്തെ അട്ടിമറിക്കണം. അതിന് ഇടതുപക്ഷ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ അഴിമതിക്കെതിരെ ഇവിടെ നടക്കുന്ന ഏത് അഴിമതി ഉണ്ടായാലും അതിനെ ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല. എന്തു കൊടുത്താലും ഈ ഒരു ചരിത്ര സംഭവമായി ഇത് നിലനിൽക്കും. ഇനിയും ഞങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. സാധാരണ ജനങ്ങളുടെ കൂടെ ഞങ്ങൾ സാധാരണക്കാരന്റെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഇടപെടും. ഇവിടെ പണ്ട് കാലത്തെ പോലെ വൈകുന്നേരം 6:30 കഴിഞ്ഞാൽ ഈ കാണുന്ന കോർപ്പറേഷനകത്ത് വലിയ വലിയ കാറുകളായിരുന്നു. ഇന്ന് ഇതിനകത്ത് കാറുകൾക്ക് പ്രവേശനമില്ല. 6:30 കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്തമാണ് എല്ലാ സെക്ഷനും പൂട്ടി താക്കോല് കൈപിടിക്കണം. പലരും പണ്ട് കാലങ്ങളിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു, കച്ചവടം നടത്തിയിരുന്നു. അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ വിജയമായി ഞാൻ ഇതിനെ കാണുന്നു. LDF-ന്റെ വിജയമായി ഞാൻ കാണുന്നു. ഇത് തുടർ ഭരണത്തിന്റെ വിജയമായി ഞാൻ കാണുന്നു. കേരളത്തിന്റെ മാതൃകാപരമായി ഈ കോർപ്പറേഷനെ മാറ്റുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മേയറുടെ പ്രതികരണമാണ് കണ്ടത്. അഴിമതിക്കെതിരെ ഒക്കെ കൃത്യമായ നടപടികൾ എടുത്തു എന്ന ആത്മവിശ്വാസം, ഒപ്പം അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട സാഹചര്യത്തിലുള്ള പ്രതികരണവും കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, BJP അംഗം വിട്ടുനിന്നു, തുടർന്നാണ് അവിശ്വാസം പരാജയപ്പെട്ടത്. എന്താണ് സാഹചര്യം? മുരടിപ്പ് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വന്നത്. വികസന മുരടിപ്പ് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വന്നത്. 24-നെതിരെ 25 വോട്ടുകൾക്ക് ഇപ്പോൾ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയായിരുന്നു. LDF-ന് 25 അംഗങ്ങളും UDF-ന് 24 അംഗങ്ങളുമാണ് കോർപ്പറേഷനിലുള്ളത്. 6 അംഗങ്ങളാണ് BJP-ക്കുള്ളത്. BJP ഈ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ട് നിന്നതോടുകൂടിയാണ് ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച രാജൻ പല്ലൻ ഇത് തന്നെയാണ് എടുത്തു പറഞ്ഞത്. കാരണം ഈ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി LDF BJP-യുമായി കൂട്ടുപിടിക്കുന്നു, വർഗീയ കക്ഷികളെ ചേർത്തുകൊണ്ട് ഭരണം നിലനിർത്താൻ CPM ശ്രമിക്കുകയാണ് എന്നൊരു ആരോപണമാണ് ഉന്നയിച്ചത്. എന്നാൽ ഇതിന് മറുപടി പറഞ്ഞ CPM അങ്ങനെയല്ല എന്ന ഒരു വിശദീകരണം നൽകുകയുണ്ടായി. ഏതായാലും മികച്ച ഭരണമാണ് ഇവിടെ നിലനിർത്തുന്നത് എന്നാണ് ഇപ്പോൾ മേയർ പ്രതികരിച്ചിരിക്കുന്നത്. 24-നെതിരെ 25 വോട്ടുകൾക്കാണ് ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടിരിക്കുന്നത്. രേണുക. ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഹിജാബ് നിരോധനം ശരിവെച്ച് കർണാടക ഹൈക്കോടതി. ഹിജാബ് മതാചാരങ്ങളിലെ അവിഭാജ്യ ഘടകമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി നിരോധനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ തള്ളി. വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് ഹർജിക്കാരുടെ തീരുമാനം. ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് കർണാടക ഹൈക്കോടതിയുടെ നിർണായക വിധി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതി നിരീക്ഷണം ഇങ്ങനെ: ഇസ്ലാമിക വിശ്വാസപ്രകാരം ഹിജാബ് ധരിക്കുന്നത് മതപരമായി അവിഭാജ്യ ഘടകമല്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഹിജാബ് വരില്ല. യൂണിഫോമിനെ വിദ്യാർത്ഥികൾക്ക് എതിർക്കാനാവില്ല.
മൗലിക അവകാശങ്ങളുടെ ന്യായമായ നിയന്ത്രണമാണ് യൂണിഫോം. യൂണിഫോം വിദ്യാഭ്യാസ അവകാശങ്ങളെ ഹനിക്കുന്നില്ല. സർക്കാരിന് നിയന്ത്രണം നടപ്പിലാക്കാൻ അവകാശമുണ്ട്. കർണാടക സർക്കാർ ഉത്തരവ് നിലനിൽക്കും. It restates the position of law as held by the Supreme Court in Sabarimala by saying that what is essentially religious is not sufficient. What is required to be shown is essential to religion. ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥി, ജസ്റ്റിസ് കൃഷ്ണ എസ് ദീക്ഷിത്, ജസ്റ്റിസ് JM ഖാസി എന്നിവരടങ്ങിയ ഹൈക്കോടതി ഫുൾ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. ക്ലാസ് മുറിയിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉടുപ്പിയിലെ PU കോളേജ് വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. We do not welcome this decision, the verdict, and we still have a lot of ways to go, the legal ways to go. We might go to the Supreme Court to get our justice. ന്യൂസ് 18 ഡൽഹി. ഹിജാബ് നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള കോടതി വിധിയെ സ്വാഗതം ചെയ്ത് കർണാടക സർക്കാരും BJPയും. സമാധാനം നിലനിർത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ. വിധി നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി VC നാഗേഷും അറിയിച്ചു. വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. മതത്തിന്റെ ആചാരവും അനുഷ്ഠാനവും എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ലെന്നും മത ആചാര്യന്മാരാണെന്നും ലീഗ് നേതാവ് KP മജീദ് പറഞ്ഞു. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. ഹിജാബ് കേസിലെ വിധിയുടെ പശ്ചാത്തലത്തിൽ കർണാടകത്തിൽ സുരക്ഷ ശക്തമാക്കി. ബംഗളൂരുവിൽ ഉൾപ്പെടെ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. കർണാടകയിലെ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥിനികൾ എത്തുകയും അതിനെതിരെ കാവി ഷോൾ അണിഞ്ഞ് മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും ചെയ്തതോടെയാണ് ഹിജാബ് വിവാദം ശക്തമായത്. ഹിജാബ് കേസിൽ വിധി വരുന്ന പശ്ചാത്തലത്തിൽ കർണാടകത്തിൽ നേരത്തെ തന്നെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ബംഗളൂരു, മൈസൂർ, ബെഗാവി എന്നിവിടങ്ങളിൽ ഒരാഴ്ചത്തെ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. ആളുകൾ കൂട്ടം കൂടുന്നതിനും നിരോധനമുണ്ട്. ഉടുപ്പി, ശിവമൊഗെ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഡിസംബർ 27 ഉടുപ്പി സർക്കാർ PU കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ അധികൃതർ തടഞ്ഞതോടെയാണ് വിവാദത്തിന്റെ തുടക്കം. ഹിജാബും ബുർക്കയും ഒഴിവാക്കിയാൽ മാത്രമേ ക്ലാസിൽ പ്രവേശിപ്പിക്കൂവെന്ന് അധികൃതർ നിലപാടെടുത്തു. ഇതോടെ വിദ്യാർത്ഥിനികൾ ക്ലാസ് ബഹിഷ്കരിച്ചു. 2022 ജനുവരി 1 ചിക്കമംഗ്ലൂർ സർക്കാർ കോളേജിലും ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ തടഞ്ഞു. ഹിജാബ് ധരിച്ചാൽ കാവിഷാൾ ധരിക്കാനും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു സംഘം വിദ്യാർത്ഥികളും പ്രതിഷേധം ആരംഭിച്ചു. 2022 ജനുവരി 6 മംഗളൂരു സർക്കാർ കോളേജ്, മാണ്ഡ്യ സർക്കാർ കോളേജ് എന്നിവിടങ്ങളിലും പ്രതിഷേധം ശക്തമായി. വിദ്യാർത്ഥികൾ സംഘം തിരിഞ്ഞ് അല്ലാഹു അക്ബറും ജയ് ശ്രീരാമും വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധം മറ്റു കോളേജുകളിലേക്കും വ്യാപിച്ചതോടെ വിവിധയിടങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടായി. പോലീസ് ലാത്തിചാർജ് നടത്തി. ഇതിനിടെ ഹിജാബ് നിരോധനത്തിനെതിരെ ഉടുപ്പി PU കോളേജിലെ 6 വിദ്യാർത്ഥിനികൾ 2022 ജനുവരി 31 ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഫെബ്രുവരി 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത എല്ലാ വസ്ത്രധാരണവും വിലക്കി കർണാടക വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഫെബ്രുവരി 8 ഹൈക്കോടതി ഹിജാബ് നിരോധനത്തിനെതിരായ ഹർജിയിൽ വാദം കേൾക്കൽ ആരംഭിച്ചു. ഫെബ്രുവരി 9 കേസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ വിശാല ബെഞ്ചിന് കൈമാറി. ഫെബ്രുവരി 10 കേസ് വിശാല ബെഞ്ച് പരിഗണിച്ചു. 11 ദിവസത്തെ വാദത്തിനു ശേഷം ഹർജികൾ വിധി പറയാനായി മാറ്റുകയായിരുന്നു. ന്യൂസ് 18 ഡൽഹി. വെന്തുരുകി കേരളം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടെന്നും വരും ദിവസങ്ങളിൽ മിക്ക ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ 2 ദിവസം വേനൽ മഴ ലഭിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ഈ മാസം അവസാനം വരെ വിവിധ ജില്ലകളിലായി വേനൽ മഴ തുടർന്നേക്കും. ചൂടിന്റെ ശക്തി കുറഞ്ഞതോടെ വിവിധ ജില്ലകളിൽ നൽകിയിരുന്ന ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 24 മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം. ഗതാഗത മന്ത്രിയെ കണ്ട് ബസ് ഉടമകൾ നോട്ടീസ് നൽകി. ഗതാഗത മന്ത്രി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി 4 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് സമരം പ്രഖ്യാപിച്ചത്.
വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ചർച്ചകൾ നടത്തുന്നതല്ലാതെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു. ബസ് ഉടമകളുടെ ആവശ്യം ന്യായമാണെന്ന് മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. രാജ്യസഭാ സീറ്റ് വിഭജനത്തിനായി ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. ജയം ഉറപ്പുള്ള 2-ൽ 1 സീറ്റിൽ CPM മത്സരിക്കും. രണ്ടാമത്തെ സീറ്റും ഏറ്റെടുക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. ഈ സീറ്റിൽ LJDയും CPIയും അവകാശവാദം ഉന്നയിക്കുന്നു. സർക്കാരിന്റെ മദ്യനയത്തിനും മുന്നണി യോഗം അംഗീകാരം നൽകും. കണ്ണൂരിൽ മകൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്തതിനെ തുടർന്ന് പൂരക്കളി കലാകാരനെ ഒഴിവാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ക്ഷേത്ര ഭാരവാഹികൾ. ആചാരം തെറ്റിക്കാനാവില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ നിലപാട്. പൂരക്കളി കലാകാരനായ കരിവെള്ളൂരിലെ വിനോദിനെ ഒഴിവാക്കിയതിനെതിരെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ 37 വർഷമായി പൂരക്കളി മറുത്തുകളി രംഗത്ത് സജീവമായ പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവ് വിനോദ് പണിക്കരെയാണ് ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കിയത്. വീട്ടുമുറ്റത്തെ സ്വന്തം കാവായ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രവും പരിസര പ്രദേശത്തെ കാവായ കുനിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രവുമാണ് കലാകാരനെ ഒഴിവാക്കിയത്. ആചാരവടിയും മുദ്രയും പണിക്കർ സ്ഥാനം വഹിക്കുന്ന ആളുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതുകൊണ്ടാണ് നടപടിയെന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ വിശദീകരണം. ആ പണിക്കർ അവരെ തിരുത്തി അവരുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് വരുകയാണെങ്കിൽ ആ പണിക്കർ നമ്മൾ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ ഈ ആചാരവടി കൂട്ടേക്കാരുടെ ആചാരവടി മുദ്ര അവിടെ വെക്കേണ്ടത് കൊണ്ടാണ്, ആ വീട്ടിൽ വെക്കേണ്ടത് കൊണ്ട് മാത്രമാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട മരുമകളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലേക്ക് മാറി താമസിക്കുകയോ വേണമെന്ന ക്ഷേത്രം ഭാരവാഹികളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന ഉറച്ച നിലപാടിലാണ് വിനോദ് പണിക്കർ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒരു തീരുമാനമാണ് പറയാനാണ് നേരിട്ട് കാണാമെന്ന് പറഞ്ഞതെങ്കിൽ നിങ്ങൾ വരണമെന്നില്ല, തീരുമാനത്തിന് മാറ്റം ഉണ്ടെങ്കിൽ ഒന്നാമതേ പറഞ്ഞിട്ട് അന്ന് ഒഴിവായി. അതിനുശേഷം പിന്നെ ഒരു വിവരമില്ല. പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായ കണ്ണൂർ കരിവള്ളൂരിൽ മരുമകളുടെ മതത്തിന്റെ പേരിൽ കലാകാരനെ മാറ്റി നിർത്തിയ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതികരണമാണ് സൃഷ്ടിച്ചത്. രജീഷ് കുളങ്ങരയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. വിലക്ക് നാട്ടുകാരോ വിശ്വാസികളോ അംഗീകരിക്കുന്നില്ലെന്ന് ഇ പി ജയരാജൻ. ക്ഷേത്രം ഭാരവാഹികളുടെ നടപടി പൗരാവകാശ ലംഘനമാണെന്നും ജയരാജൻ പറഞ്ഞു. ഇതാ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല, ആ ക്ഷേത്രത്തിലെ വിശ്വാസികൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് ഇത് ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണത്. ക്രിമിനൽ കുറ്റമാണ് അവിടുത്തെ ഭാരവാഹി ചെയ്തിട്ടുള്ളത്. ഭ്രഷ്ട് കൽപ്പിക്കാൻ ഇവർക്കാരാ അധികാരം കൊടുത്തത്? ആരായി ക്ഷേത്ര ഭാരവാഹികൾ? ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിക്കുന്ന മനുഷ്യന്റെ ബോധത്തിൽ നിന്ന് നിലപാടെടുത്തതിനെ നാടാകെ തിരസ്കരിക്കുകയാണ്. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ആശങ്ക അറിയിച്ച സംഘടനകളുമായി ചർച്ച നടത്തും. നിയമം പാസാക്കിയ ശേഷം സർക്കാർ ഇതുവരെ PSCയെ സമീപിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. വഖഫ് ഭൂമി ഇടപാടിൽ ലീഗിന്റെ സഹായം വേണ്ടെന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ലീഗ് MLA-മാർ പ്രതിഷേധിച്ചു. അബ്കാരി ചട്ടങ്ങൾ ലംഘിച്ച് മദ്യം വിളമ്പാൻ വിദേശ വനിതകളെ നിയോഗിച്ച കൊച്ചിയിലെ ഹോട്ടലിനെതിരെ പോലീസ് കേസെടുത്തു. കൊച്ചിയിലെ ഹാർബർ വ്യൂ ഹോട്ടലിനെതിരെയാണ് എക്സൈസ് കേസെടുത്തത്. ഡാൻസ് പബ് എന്ന പേരിലായിരുന്നു ബാർ പ്രവർത്തിച്ചിരുന്നത്. ഹോട്ടൽ മാനേജറെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസിൽ കീഴടങ്ങിയ 2 പ്രതികളും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് പോലീസ്. ഹോട്ടൽ ഉടമ റോയ് വയലാട്ട് അടക്കം 3 പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. റോയ് വയലാട്ടിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. യമൻ പൌരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയ്ക്ക് നിയമസഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. യമനിലെ എംബസി വഴി നിയമസഹായം ഉറപ്പാക്കാനാണ് തീരുമാനം. വധശിക്ഷ ഒഴിവാക്കാനുള്ള ദയാധനത്തെക്കുറിച്ച് യമൻ സർക്കാരുമായി എംബസി പ്രതിനിധികൾ ചർച്ച നടത്തും. ഡൽഹി കോടതിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് 33 വയസ്സുള്ള നിമിഷ പ്രിയ. ഗാന്ധി കുടുംബത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. ഗാന്ധി കുടുംബത്തിന് പുറത്തും കോൺഗ്രസ് ഉണ്ടെന്നും നേതൃമാറ്റം അനിവാര്യമെന്നും കപിൽ തുറന്നടിച്ചു. 8 വർഷമായി തുടരെ തിരിച്ചടികളുണ്ടായിട്ടും കാരണം കണ്ടെത്താനാകാത്ത നേതൃത്വം മൂഢസ്വർഗത്തിലാണെന്നും കപിൽ സിബൽ വിമർശിച്ചു. തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ തിരുത്തൽവാദി നേതാക്കൾ നാളെ യോഗം ചേരും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.